Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ ഇന്ന് യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ചാപ്റ്റേഴ്സ് ആണെന്ന് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, Okay. സോ അതിനു മുൻപ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. വെരി സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. ഞാനത് ഇൻഫോം ചെയ്യാനായിട്ട് വിട്ടുപോയി അവരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ, നെക്സ്റ്റ് ട്യൂസ്ഡേ ആകുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്താൽ മതി. ആരെങ്കിലും സബ്മിറ്റ് ചെയ്തായിരുന്നോ? Submit ചെയ്തേ. പുതിയതിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മിസ്. സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചെയ്യാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ളിൽ എന്താണ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. Okay. MCQ അയച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തായിരുന്നോ MCQ? ചെയ്തേ. ഓക്കെ. മൂന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ വായിക്കാം, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. Okay. Why is health considered? ബിഫോർ ദാറ്റ് നമുക്ക് എന്തായിരുന്നു, പ്രെയർ ഉണ്ടായിരുന്നു. ആരാണ്? ഞാൻ പാടാം മിസ്. ഓക്കെ ഓക്കെ മിസ്, ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത പ്രയർ സോങ് ആണ്. ഓക്കെ നോക്കാം. Oh God, I am in front of you with the full one's hands. Oh God, I am in front of you with the tearing eyes. Oh God, this is the sign of darkness in my life. Oh God, promise me lightning in my life, that I am sure you send the Savior, that I am sure you blessing us, that I am sure you loving us. ഓക്കെ ജിഷ്മ, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. സിംഗർ ആണോ? പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ഓക്കെ, താങ്ക് യു. സോ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം, അതിന്റെ ആൻസർ നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. Why is health considered essential for a child's development? Okay, why is health considered essential for a child development? എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കോളൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ ബെറ്റർ അക്കാഡമിക് പെർഫോമൻസ്, ഇറ്റ് പ്രൊമോട്ട്സ് ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഗ്രോത്ത്, ഇറ്റ് ഇംപ്രൂവ്സ് സോഷ്യൽ ഇന്ററാക്ഷൻസ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഏതായിരിക്കും ആൻസർ? Why is health considered essential for a child development? All of the above. Okay. And the second question, which of the following factors directly influences a child's physical development? Okay. Which of the following factors directly influences a child's physical development? Option A, proper nutrition, regular exercise, good hygiene practices, all of the above. All of the above. All of the above. And the third one, which eye condition causes difficulty seeing distant objects clearly? Cataracts, myopia, pyorrhea, hyperopia. ഏതായിരിക്കാം? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരു അസുഖത്തെ, ആ ഒരു കണ്ടീഷനെയാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് പോകാം. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. വീഡിയോ ഓൺ അല്ല. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഓൺ ആക്കാൻ പറ്റുന്നില്ല എനിക്ക്. മിസ്, ഈ ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിട്ടേക്കാമോ, എഴുതിയെടുക്കാൻ വേണ്ടിട്ടാ? MCQ അയക്കാനോ? MCQ ആയിട്ടോ അല്ലെങ്കിൽ മിസ് എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടാലും മതി. ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിയോ PDF എല്ലാവർക്കും? യൂണിറ്റ് 3.
നോക്കിക്കോളൂ. ഒരു ഗ്രോവിങ് ചിൽഡ്രൻ, ഒരു വളരുന്ന ഒരു കുട്ടിക്ക് എന്താണ് ആവശ്യത്തിനുള്ള ഫുഡ്, എന്താണ് അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ലഭിച്ചിരിക്കണം. വേണ്ടേ? എങ്ങനെയുള്ള ഫുഡാണ് ലഭിക്കേണ്ടത്? ടൈപ്പ് ഓഫ് ഫുഡുകള് കുട്ടിക്ക് എന്താണ് വേഗത്തിലുള്ള വളർച്ചയ്ക്ക്, അവന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ അളവിലുള്ള ഫുഡ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ, കുട്ടികളുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ചെറുതാണല്ലേ, ചെറിയ കുട്ടികളാണ്. അപ്പൊ അവർക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് അവർ കഴിക്കുന്നത് അല്ലെ. അപ്പൊ കഴിക്കുന്ന ഫുഡ് എങ്ങനെയുള്ളതായിരിക്കണം? കുട്ടികൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയുള്ളതായിരിക്കണം? ക്വാളിറ്റി ഉള്ള ഫുഡ് ആയിരിക്കണം. വിച്ച് മീൻസ് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കുട്ടികൾ കഴിക്കേണ്ടത്. ഈ നല്ല രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം? ഇമ്മ്യൂണിറ്റി, എന്തോ? ഇമ്മ്യൂണിറ്റി പവർ കുറയും. ഓക്കെ, ദെൻ വെയിറ്റ് ലോസ് ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. ഗ്രോത്ത് ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള വളർച്ച. ബ്രെയിൻ ഡെവലപ്മെന്റ് കുറയും. ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്റ്റീവ് ആയിരിക്കില്ല. എപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല, ഉറക്കം തൂങ്ങി ആ രീതിയിലായിരിക്കും കുട്ടികളുടെ നടപ്പ് അല്ലെ. ഇനാക്റ്റീവ് ആയിരിക്കും എപ്പോഴും. ദെൻ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഫേസ് ഡള്ളായിരിക്കും. ഡള്ളായിരിക്കും. ഓക്കെ, ക്ഷീണം, ഉന്മേഷക്കുറവ്. ഓക്കെ, ദെൻ വിളർച്ച. ദെൻ ആവശ്യത്തിന് എന്താണ് അളവിലുള്ള ന്യൂട്രിയൻസ് ലഭിച്ചില്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് കുട്ടികളിൽ സംഭവിക്കില്ല. ഓക്കെ, ഓരോ പ്രായത്തിനും എന്താണ് ഓരോ മൈൽ സ്റ്റോണുകൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ പ്രായത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് സംഭവിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം. സോ അത് ഉറപ്പുവരുത്തേണ്ടത് ഒരു പാരന്റ്സിന്റെയും അതേപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ടീച്ചേഴ്സിന്റെ ആണെങ്കിലും പാരന്റ്സിന്റെ ആണെങ്കിലും റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇനി എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കണം കുട്ടികൾക്ക്? ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള കണ്ടിന്യൂ. ബാക്കി പള്ളി മ്യൂട്ട് ചെയ്തോളൂ, ക്ലിയർ ആകുന്നില്ല. ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. വേറെ ആരോ മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സോറി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഐഷു പറയൂ. ഐഷു ഓർ റിനി നിധിൻ പറയൂ. വെജിറ്റബിൾസ് അടങ്ങിയ ഫുഡ്. ഓക്കെ, ഫ്രൂട്ട്സ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആയിട്ടുള്ള ഫുഡുകള്, നട്ട്സുകള് അല്ലെ, വെജിറ്റബിൾസ്, പാല്, മുട്ട, ഇലക്കറികള്, പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, ഇതെല്ലാം കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ മാത്രമാണ് അവർക്ക് ശരിയായ എന്താണ് അവരുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ച നല്ല രീതിയിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഒരു കുട്ടിയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും എന്താണ് അവരുടെ ശരീരത്തിന്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനത്തിന് ഫുഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലേ. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫുഡ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കുന്നത് നല്ലതാണോ? ഓവർ ഈറ്റിംഗ് നല്ലതാണോ? നമ്മൾ പറഞ്ഞു ധാരാളം അല്ലേ, ആവശ്യത്തിനേക്കാൾ ഉപരി എങ്ങനെയാണ് ക്വാളിറ്റി ഉള്ള ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്. അപ്പൊ അമിതാഹാരം എന്താണ് നല്ലതല്ല. ഡൈജഷൻ പ്രശ്നമുണ്ട്. ഡൈജഷന് പ്രശ്നം ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? കലോറിയിലാണ് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ അളവാണ് കലോറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കലോറിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും, എല്ലാ വ്യക്തികളും, എല്ലാ പ്രായത്തിലുള്ളവരും ഒരേ കലോറി അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആണോ കഴിക്കേണ്ടത്? അല്ല അല്ലേ?
ബേസിലാണ് എത്ര കലോറി ഉള്ള ഫുഡ് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും ഒരേ അളവിലുള്ള കലോറി ഫുഡ് അല്ല കഴിക്കേണ്ടത് അല്ലെ, വ്യത്യസ്തമാണ്. അപ്പൊ എന്തിന്റെയൊക്കെ ബേസിലാണ് ഈ വ്യത്യാസം വരുന്നത്? എന്തിന്റെയൊക്കെ ബേസിലായിരിക്കാം? ഷുഗർ, ഗ്രൂപ്പ്, പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടല്ലേ, പ്രായത്തിനനുസരിച്ചാണ് ഓരോരുത്തരും ഫുഡ് കഴിക്കേണ്ടത്. ഓക്കെ, ഫുഡ് ഐറ്റംസ് സെലക്ട് ക്വാണ്ടിറ്റി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ പ്രായം ഒരു ഫാക്ടർ ആണ്. ദെൻ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഹൈറ്റ് ആൻഡ് വെയിറ്റ്. വെയിറ്റ്, ഹൈറ്റ്. ഹൈറ്റ്, വെയിറ്റ്. ഓക്കെ. കുട്ടികളുടെ ഉയരവും തൂക്കവും അതിന്റെ ബേസിലായിരിക്കണം കലോറി തീരുമാനിക്കേണ്ടത്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ. ജെൻഡറിന്റെ അടിസ്ഥാനത്തില്. ഓക്കെ, വെരി ഗുഡ്. ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഫുഡ് ഐറ്റംസ് കലോറി തീരുമാനിക്കുന്നുണ്ട്. ദെൻ സുഖത്തിന്റെ അടിസ്ഥാനത്തിലും. വെരി ഗുഡ്. അസുഖം, ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ്, ഹെൽത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഫുഡ് ഐറ്റംസ് തീരുമാനിക്കുക. ഓക്കെ. ദെൻ ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ജോലി, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്. നല്ല എക്സസൈസ് ഉള്ള, നല്ല ആക്ടിവിറ്റി ഉള്ള ഒരു വർക്കാണ് ചെയ്യുന്ന, ഒരു നല്ല ഫാമർ ആണ്, അതേപോലെ തന്നെ എപ്പോഴും ഇരുന്ന് ഒരു സോഫയിൽ IT ഫീൽഡിലേക്ക് വർക്ക് ചെയ്യുന്നവർ കഴിക്കുന്ന ഫുഡ് സെയിം ആയിരിക്കോ? കലോറി സെയിം ആയിരിക്കോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലേ. അവർ കഴിക്കുന്ന കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്ക് എന്താണ് കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡുകൾ വേണം, കൂടുതൽ കലോറി ഫുഡ് കഴിക്കേണ്ടതാണ്. സോ അവർ ചെയ്യുന്ന വർക്ക് അതിന്റെ ബേസിൽ എന്താണ്, അതൊരു ഫാക്ടർ ആണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? സോ എന്തൊക്കെ പറഞ്ഞു? വർക്ക് പറഞ്ഞു, ജെൻഡർ പറഞ്ഞു, ഏജ് പറഞ്ഞു, അസുഖങ്ങൾ അല്ലെ, ഹെൽത്തിന്റെ ബേസിൽ നമ്മൾ കലോറി തിരഞ്ഞെടുക്കണം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? പറയാത്ത എന്തെങ്കിലും ക്ലൈമറ്റ് എങ്ങനെയാ പറയൂ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ക്ലൈമറ്റ് ആരാ പറഞ്ഞത്? ക്ലൈമറ്റ് എങ്ങനെയാ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത്? ക്ലൈമറ്റ് ശരിയാണ്, പറയൂ, എങ്ങനെയായിരിക്കാം? ഓരോ സ്ഥലത്ത് ഓരോ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഫുഡല്ലേ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇവിടുത്തെ ക്ലൈമറ്റ് ആയത് രാജസ്ഥാനിലൊക്കെ ഉള്ളിടത്തൊക്കെ, അപ്പൊ അവർക്ക് ആ ക്ലൈമറ്റിനുള്ള ഫുഡ് ഐറ്റംസ് അല്ലേ കഴിക്കാൻ കൊടുക്കാവൂ. അതെ. അപ്പൊ ക്ലൈമറ്റ് ഒരു ഫാക്ടർ ആണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അവരുടെ ഹെൽത്ത് പറഞ്ഞല്ലേ, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസിനൊക്കെ ആണെങ്കിൽ കൂടുതൽ കലോറി ഉള്ള ഫുഡ്, സാധാരണ ഒരു സ്ത്രീ അപേക്ഷിച്ച് കൂടുതൽ എന്താണ് കലോറി ഉള്ള ഫുഡ്, കൂടുതൽ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതേപോലെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാരെ അപേക്ഷിച്ച് എന്താണ് നല്ല രീതിയിലുള്ള, നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് എന്താണ് നമ്മൾ കലോറി തിരഞ്ഞെടുക്കുമ്പോൾ ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആണോ? ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ഏജ് വരാം, സെക്സ്, ക്ലൈമറ്റ്, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, അവരുടെ വർക്ക്, ദെൻ കലോറിയെ തീരുമാനിക്കുന്ന പറഞ്ഞു ഫാക്ടേഴ്സുകളാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവാണ് എന്ത്, കലോറി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? ഇനി മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റബോളിസം എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. അതെന്താ അത്? ആന്റിഓക്സിഡന്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എന്താണ്, ശരീരം ഊർജമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ശരീരം എന്താക്കി മാറ്റുന്നു, എനർജി ആക്കി മാറ്റുന്ന, ഊർജമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? ഒരു കുട്ടിക്ക് എന്താണ് വളർച്ചയ്ക്കനുസരിച്ച്, പ്രായത്തിനനുസരിച്ചുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആ കുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ടീച്ചേഴ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പാരന്റ്സിന്റെ ആണെങ്കിലും റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ഓവർ ഈറ്റിംഗ് എന്താണ്, നല്ലതല്ല. പ്രായത്തിനനുസരിച്ച് നമ്മൾ കഴിക്കേണ്ട എന്താണ് ക്വാണ്ടിറ്റി തീരുമാനിച്ചതിന് ശേഷമായിരിക്കണം ഫുഡ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു പഠിച്ചത്? ശരീരത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് എന്താണ്, നല്ല ആരോഗ്യത്തിനും നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ കഴിക്കുന്ന ഫുഡ്
ഫാക്ടേഴ്സ് ആണ് ഏജ്, ജെൻഡർ, ക്ലൈമറ്റ്, അതേപോലെ തന്നെ ഹെൽത്ത്, പിന്നെന്തായിരുന്നു വർക്ക്, അവർ ചെയ്യുന്ന വർക്ക്, ഹൈറ്റ്, വെയിറ്റ്. ഹൈറ്റ്, വെയിറ്റ്. ഓക്കെ. ദെൻ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ശരീരം ഊർജ്ജമാക്കി മാറ്റുന്ന, എനർജിയാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ഫുഡുകളെ മെയിൻലി എന്താണ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് കാറ്റഗറി ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ്? എനർജി സപ്ലയേഴ്സ്, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ്. ആൻഡ് ദ തേർഡ് വൺ എന്താണ്? തേർഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് അല്ലേ? ഓക്കെ. ഭക്ഷണത്തിനെ അവയുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി എന്താണ് 3 ആക്കി തിരിച്ചിട്ടുണ്ട്. എനർജി സപ്ലയേഴ്സ് എന്നാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്ന ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതാണ് എനർജി സപ്ലയേഴ്സ്. ആൻഡ് ബോഡി ബിൽഡിംഗ് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിന്, ഡെവലപ്മെന്റിന്, റിപ്പയറിംഗിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിനെയാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ബോഡി ബിൽഡേഴ്സ്. ഓക്കെ, ഫുഡ് ഐറ്റംസ്. ആൻഡ് ദ തേർഡ് വൺ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഏതൊക്കെയായിരിക്കാം? നമ്മളെ രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്ന കഴിയുന്ന ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഫുഡുകളെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? സോ മെയിൻലി there are 3 types of ഫുഡുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? എനർജി സപ്ലയേഴ്സ് ഉണ്ട്, ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ഉണ്ട്. എനർജി സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് വേണം, വേണ്ടേ? അപ്പൊ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡുകൾ. ദെൻ ബോഡി ബിൽഡേഴ്സ് ആണെങ്കിലോ ഫുഡ് ഐറ്റംസ്, ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ്. ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ് ആണെങ്കിലോ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആ സബ്സ്റ്റാൻസ്, അത്തരം സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോളൂ, എനർജി സപ്ലയേഴ്സ് ഏതൊക്കെയായിരിക്കാം എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ്? ബനാന. ബനാന. ഓരോരുത്തരായിട്ട് പറയൂ. നീതു സ്റ്റാർട്ട് ചെയ്യും. ഏതൊക്കെയായിരിക്കാം എനർജി സപ്ലയേഴ്സ്? വെജിറ്റബിൾസ്. വെജിറ്റബിൾസ്. ഓക്കെ, ദെൻ എഗ്, ബട്ടർ, ബട്ടർ, മീറ്റ്, ബട്ടർ, പറഞ്ഞു. പയറുവർഗ്ഗങ്ങൾ, പൾസസ്. ഓക്കെ, ദെൻ യോഗർട്ട്. ഓക്കെ, ക്ലിയർ ആണോ? maize, starch, vegetables, pulses, sugar cane, jaggery, butter, ghee തുടങ്ങിയവ എന്താണ്? എനർജി കുറെ ഉണ്ട് കേട്ടോ, ഫിഷ് ഒക്കെ ഉണ്ട്, കുറെ ഉണ്ട്. അപ്പോൾ എനർജി സപ്ലയേഴ്സ് ആണ്. ഇത്തരം ഫുഡുകളെല്ലാം എനർജി സപ്ലയേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ എനർജി വേണം, വേണ്ടേ? അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് എനർജി സപ്ലയേഴ്സ്. ഓക്കെ, ഇതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കണ്ടെത്തിയിട്ട് വരണം. ചെറിയൊരു ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ചെറിയൊരു ആക്ടിവിറ്റി. ഇതിലുൾപ്പെടാത്ത എനർജി സപ്ലയേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഒരു 5 എണ്ണമെങ്കിലും കേട്ടോ എഴുതിക്കൊണ്ട് വരിക. ഇനി ബോഡി ബിൽഡേഴ്സ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ചിക്കൻ, മിൽക്ക്, അതേപോലെ ബീൻസ്, നട്ട്സ്, സിറൽസ്, അതേപോലെ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം എന്താണ്? ബോഡി ബിൽഡേഴ്സ് ആണ്. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ബോഡി ബിൽഡേഴ്സ്. ക്ലിയർ ആണോ ഇത്? പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഈ ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്താണ്? രോഗങ്ങളെ ഒരു പരിധിവരെ അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്.
ഓക്കെ വെജിറ്റബിൾസ് വരുന്നുണ്ട്. ഓക്കെ ദെൻ ഗ്രീൻ ലീഫി ഓക്കെ ഇലക്കറികൾ വരുന്നുണ്ട്. ദെൻ ഫ്രൂട്ട്സ് ആണ് ക്ലിയർ ആയില്ല. ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഓക്കെ സോ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി പറഞ്ഞു, ഫിഷ്, മിൽക്ക്, എഗ് പോലുള്ളവ എന്താണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് ഐറ്റംസ് ആണ്. നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താണ് സബ്സ്റ്റാൻസസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഓക്കെ അപ്പൊ എനർജി സപ്ലയേഴ്സ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്, ഈ 3 ടൈപ്പ് ഓഫ് ഫുഡുകൾ ഉണ്ട്. ഇതിന് കൂടുതൽ എക്സാമ്പിൾ ഒരു 5 എണ്ണമെങ്കിലും എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ ക്ലിയർ ആണല്ലോ. എനർജി സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആവശ്യമായ ഡെയിലി ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന, എനർജി നൽകുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ഇനി ബോഡി ബിൽഡേഴ്സ് ആണെങ്കിലോ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രോത്തിനും ഡെവലപ്മെന്റിനും നമുക്ക് പ്രോട്ടീൻ മിനറൽസ് ഒക്കെ പഠിക്കാനുണ്ട്, വരുന്നുണ്ട് അതൊക്കെ, അതുകൊണ്ട് ഇവിടെ പറയാത്തത് കേട്ടോ. ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ഏതൊക്കെയാ? പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ശരീരത്തെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ക്ലിയർ ആണല്ലോ. ദെൻ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ഫുഡ്. ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡില് എന്തെല്ലാം എലമെന്റ്സുകൾ അടങ്ങിയിട്ടുണ്ട്? ഏതെല്ലാമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്? ആ ഫുഡില് എന്തെല്ലാം എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട്? പ്രോട്ടീൻ, വൈറ്റമിൻ, പ്രോട്ടീൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, Then ഫാറ്റ്, അയൺ, മിനറൽസ് ആൻഡ് സോൾട്ട്. ഓക്കെ അപ്പൊ ഇത്രയും എലമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കാറുള്ളത് അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, ഫസ്റ്റ് എലമെന്റ് ആണ് പ്രോട്ടീൻ. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ് ഫസ്റ്റ് എലമെന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതേപോലെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, മിനറൽസ് ആൻഡ് സോൾട്ട്, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസിൽ ഇത്തരത്തിലുള്ള എലമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ? അപ്പൊ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക്, ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് പ്രോട്ടീൻ അല്ലെ? പ്രോട്ടീനിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ പോലുള്ള എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീൻ മെയിൻലി 2 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാ? animal proteins, animal protein and vegetable protein. ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. ഓക്കെ അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. അതായത് അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കാം? ഫിഷ്, മീറ്റ്, Egg, ഡയറി ഡയറി പ്രോഡക്ട്സ് വരാം, എഗ്സ് വരാം. ഓക്കെ ഇത് അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ആണ്. ഓക്കെ ഇനി അതേപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. അതായത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്. സിനി മ്യൂട്ട് ചെയ്യാവോ? സിനി, നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റാൻസസ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാ? അനിമൽ പ്രോട്ടീൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസ് വരുന്നുണ്ട്. അനിമൽ പ്രോട്ടീൻ ഏതൊക്കെയാ? അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ആണ്. ഏതൊക്കെയാണ്? മീറ്റ്, ഫിഷ്, അതേപോലെ എഗ്, ഡയറി പ്രോഡക്ട്സ്, പിന്നെന്താണ് സീ ഫുഡ്, ഇതെല്ലാം എന്താണ്? അനിമൽ ബേസ്ഡ് പ്രോട്ടീൻസ് ആണ്. ഇനി വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്, അതായത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ്. ഏതൊക്കെയായിരിക്കാം? പൾസസ്, കടല, പയർ, soybeans, നട്ട്സ്, സീഡ്സ്. ഓക്കെ വെജിറ്റബിൾസ് ഒക്കെ എന്താണ്? നട്ട്സ്, സീഡ്സ് പോലുള്ളവ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത് 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, അനിമൽ പ്രോട്ടീൻസ് ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻസ്. സോ there are mainly 3 types of ഫുഡുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഫുഡ് 3 കാറ്റഗറീസ് ഓഫ് എനർജി സപ്ലയർ, ബോഡി ബിൽഡിംഗ്, പ്രൊട്ടക്റ്റീവ് എനർജി സപ്ലയർ, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ്. എനർജി സപ്ലയേഴ്സ് പറയുമ്പോൾ ശരീരത്തിന് ആവശ്യമായ എനർജി തരുന്ന ഫുഡ് ഐറ്റംസിനെയാണ് എനർജി സപ്ലൈ.
ഓക്കെ, ബോഡി ബിൽഡേഴ്സ് ആണെങ്കിലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ശരീരത്തിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് എന്ത് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി പ്രൊട്ടക്റ്റീവ് ഫുഡ് ഉണ്ട്. എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റാൻസ് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതിനെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. ഇനി ഫുഡിന്റെ എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എലമെന്റ് ഏതാണ്? പ്രോട്ടീൻ. പ്രോട്ടീൻ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെയാണ്? Animal protein. ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ വരുന്നുണ്ട്. അനിമൽ പ്രോട്ടീൻസിന് എക്സാമ്പിൾ ചോദിച്ച ഏത് എഴുതാം? Fish, meat, egg, വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിലോ പ്ലാന്റിൽ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ആണ്, അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. ഇനി പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ. എന്തിനൊക്കെയാണ് പ്രോട്ടീൻ ആവശ്യം? നമ്മൾ എന്തിനാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത്? അതിന്റെ ആവശ്യകത എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്. എന്തിനു വേണ്ടിയാണ്? സെൽസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടി, വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി എന്താണ്? പ്രോട്ടീൻ ആവശ്യമാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇപ്പൊ ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ മീനിങ് ആണോ? ഗ്രോത്ത് ഡെവലപ്മെന്റ് രണ്ടിന്റെ മീനിങ് സെയിം ആണോ? അല്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ വളർച്ച, ശരീരത്തിന്റെ വളർച്ച. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലോ? ബോഡി ബ്രെയിൻ ശരീരത്തിന്റെ വളർച്ച എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമുക്ക് കാണാൻ പറ്റും, ശരീരത്തിന്റെ വെയിറ്റ് കൂടുന്നു, ഹൈറ്റ് കൂടുന്നു അല്ലെ? ഗ്രോത്ത്, ആ വളർച്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വികസനമാണ്, അത് ഗ്രോത്ത് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ ബുദ്ധി വളർച്ച, ബുദ്ധിക്ക് വളർച്ച സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിലുള്ള വികസനത്തെയാണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ആണ് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. സോ പ്രോട്ടീൻ എന്തിനു വേണ്ടിയാ കഴിക്കേണ്ടത്? സെല്ലുകളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എന്താണ്? പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിച്ചിരിക്കണം. പിന്നെന്താണ്? നെക്സ്റ്റ് പോയിന്റ് എന്താ? റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ. എന്താണ്? സെൽസ് നമുക്കറിയാലോ, സെൽ എന്ന് പറഞ്ഞ എന്താ? കോശം. ഓക്കെ, സെല്ലുകൾ റിപ്പയർ ചെയ്യുന്നതിനും അതിന്റെ ഗ്രോത്തിനും എന്താണ്? പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ ശരീരത്തിൽ റിപ്പീറ്റ് ആയിട്ട് പ്രോട്ടീൻ എത്തിയിരിക്കണം. ഓക്കെ, അപ്പോ സെൽസുകളെ പുതുക്കുന്നതിനും അതിനെന്ത് ചെയ്യുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും പ്രോട്ടീൻ ആവശ്യമാണ്. ക്ലിയർ ആണോ? സെൽസിന്റെ റിപ്പയർമെന്റിന് പ്രോട്ടീൻ ആവശ്യമാണ്. പിന്നെന്താണ്? ഹോർമോണുകൾ, അതേപോലെ എൻസൈമുകളൊക്കെ ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ ആവശ്യമാണ്. ക്ലിയർ ആണ്? ഹോർമോൺസ് വളർച്ചയ്ക്ക് എന്താണ്? നമ്മുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ട് അല്ലേ? അപ്പൊ അതിനെല്ലാം അത് ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ശരീരത്തിൽ റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും എത്തിയിരിക്കണം. നമ്മൾ ഇന്ന് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിച്ചു, ഇനി നെക്സ്റ്റ് മന്ത് കഴിച്ചാൽ മതിയോ? മതിയോ? നമ്മുടെ ശരിയായ അളവിലുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും എത്തിയിരിക്കണം. ഓക്കെ, ദെൻ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ബോഡി. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രോട്ടീൻ എന്തിനു വേണ്ടിയാണ്? പ്രൊഡക്ഷൻ ഓഫ് ദി എനർജി ഇൻ ദ ബോഡി. ശരീരത്തിൽ എന്താണ്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ എന്തിനു വേണ്ടിയാ പ്രോട്ടീൻ കഴിക്കേണ്ടത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? ഊർജം ഉൽപ്പാദിപ്പിക്കാൻ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സെല്ലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി. രണ്ടാമത്തെ എന്തായിരുന്നു? സെൽസിന്റെ വേണ്ടി. ഓക്കെ, സെൽസുകളെ പുതുക്കുന്നതിന് വേണ്ടി, റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി. തേർഡ് വൺ എന്തായിരുന്നു?
എൻസൈംസ് ഹോർമോൺസ് പ്രൊഡക്ഷൻ ഓഫ് എനർജി. ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. ആൻഡ് ദ ഫോർത്ത് വൺ എനർജി ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഈ 4 റീസണിന് വേണ്ടിയാണ് എന്താണ് ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീൻ എത്തിയിരിക്കണമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആരാണ് ആക്ഷൻസും വേഗം വേഗം ചെയ്തോളൂ. ചെയ്യാത്താരാ? അബ്ബാസ് ചെയ്തതാണോ? ഞാൻ ചെയ്തതാണ്, ഞാൻ ഫസ്റ്റ് ചെയ്തിക്കണു. ആണോ? ഓക്കെ, വെരി ഗുഡ്. അന്ന് മ്യൂട്ട് ചെയ്തോളൂ. വേറെ ആരാ? മിസ് ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്യട്ടെ? ആ, വീഡിയോ ഓൺ ആക്കടാ. കാണാം മിസ്. അല്ലേ? ആ, ഹലോ. ആ, കാണാമോ? റെയിൻബോ അല്ലേ? ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ, Rainbow, rainbow, rainbow in the sky. Rainbow, rainbow, rainbow in the sky. Sunshine and rain, that is why. Rainbow, rainbow, rainbow in the sky. Sunshine and rain, that is why. Red and orange, yellow, green and blue. Indigo, violet, that is really true. Sometimes half, sometimes full, but rainbow is very beautiful. ഫാത്തിമ നന്നായിട്ട് ചെയ്തട്ടോ. Thank you, miss. ഓക്കെ, ആരാ? വേഗം പറയൂ, വേറെ ആരാ? Good afternoon, Miss. ഷാജിദ, അങ്ങനെയാണ് പേര്? Yes, Miss. Shajida. Alia, come here. ഇത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. UKG ക്ലാസ്സിലെ ക്ലാസ് ചാർജാണ് എനിക്കുള്ളത്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ കുട്ടി, അതായത് ഞാനിപ്പോൾ ക്ലാസ്സിലാണ്. അപ്പോൾ ക്ലാസ്സിലിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ലൈവ് പ്രോഗ്രാമിൽ വന്ന് നമുക്ക് ഈ ഇതൊക്കെ പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാര്യം ഈ ടൈമിൽ എനിക്ക് കുട്ടികൾക്ക് പിന്നെ ബ്രേക്കാണ്, അതായത് ഉച്ചഭക്ഷണത്തിനുള്ള ബ്രേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് അവർ റെസ്റ്റ് ചെയ്ത സമയം. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കിന് എനിക്ക് അവരെ മാനേജ് ചെയ്യാനും എനിക്ക് പ്രസൻറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കുട്ടി, ഞാൻ അവളെ പഠിപ്പിച്ച പാട്ട്, അതായത് എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ച പാട്ട് അവളൊന്ന് പ്രസൻറ്റ് ചെയ്യും. വാ ആലിയ, പേര് ആലിയ എന്നാണ്. ആര്യ. ഗുഡ് ആഫ്റ്റർനൂൺ പറ, പറയണേ. ബട്ടർഫ്ലൈ പാട്ട് പഠിക്കുന്നു, കേൾക്കത്തേ ഉള്ളൂ. സോറി, അവൾക്ക് നാണമാണ്. മിലാദ്, കം ഹിയർ. അടുത്ത കുട്ടി മിലാദ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മിലാദ് ബട്ടർഫ്ലൈയുടെ പാട്ടറിയുമല്ലോ, പാടിക്കേ. Butterfly flutter around, butterfly, butterfly touching around, butterfly, butterfly flies so sweet, butterfly, butterfly land on me, butterfly, butterfly stands right, butterfly, butterfly. ഓക്കെ, Butterfly, butterfly. Hi. Thank you, teacher.
ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓഡിയോ ഓൺ ആക്കിയിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ ഇപ്പോൾ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബഹളമാണ് കുട്ടികൾക്കേത്. അതായത് അവരുടെ ബ്രേക്ക് ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാണ് എനിക്കിതൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അത് കാണാം കേട്ടോ. എന്താ ടീച്ചർ? സോറി ഞാൻ എന്തായാലും ഓഡിയോ ഞാൻ ഓഫ് ചെയ്യുകയാണ്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്കും കേൾക്കാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, മറ്റൊരു അവസരത്തിലാവട്ടെ. Then who is next? ഞാൻ ചെയ്യാം. സഹല. ഓക്കെ സഹല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരുന്നില്ല. 3 ഓണല്ലേ, വീഡിയോ ഓണല്ലേ മിസ്സേ? ഒരു സെക്കൻഡ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് മെസ്സേജ് വന്നു, അതിനൊന്ന് റെസ്പോണ്ട് ചെയ്തതാ. ഓക്കെ സഹല, കണ്ടിന്യൂ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. എന്തോ മിസ് എന്നിട്ട് ഒരു നമ്പറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പ് നമ്പറിലോട്ട്. മതി മ്യൂട്ട് ചെയ്തോളൂ. Five finger, clap, clap, clap. Four finger, butterfly. Three finger, wow, wow, wow. Two finger. One finger. കൊച്ചിനൊക്കെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. അറിയാണോള്? ഓക്കെ. വേറെ ആരാ? വിനീത ചെയ്യാനുണ്ടോ? വിനീത ചെയ്തതാണോ? ആകുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? വിനീതയാണോ? ഇവിടെ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആരാ സംസാരിക്കുന്നത്? വിനീതയാണോ എസ്തറാണോ? മെസ്സേജ് കേൾക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല, ക്ലിയർ ആകുന്നില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, എസ്തർ റെഡി ആണോ ഇപ്പോ? വിനീത മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ ചെയ്തോട്ടെ, ഇതിൽ നോക്ക്. ഞാൻ ചെയ്യട്ടെ? ചെയ്തോളൂ. How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? Let's count together. 1, 2, 3, 4, 5. 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Let's all count together. Thank you. ഓക്കെ, എസ്തറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഒരാളുണ്ടല്ലോ. പേരെന്താ? എന്ന. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ. ടാറ്റാ. ഓക്കെ എസ്തർ, then who is next? വേറെ ആരാ? പേരെന്താ? സിനി. ഓക്കെ സിനി. ഓക്കെ, കാണാം.
Sunday, Monday, Sunday, Monday, clap, clap, clap. Tuesday, Wednesday, Tuesday, Wednesday, tap, tap, tap. Thursday, Friday, Thursday, Friday, almost done. Saturday is so much fun. Now we know the days of the week. Now we know the days of the week. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Now we know the days of the week. Thank you. ഓക്കെ സിനി, ആ എഴുതിയിരിക്കുന്നതില്ലേ വീക്സ് അല്ലേ എഴുതിയിരിക്കുന്നത്, സൺഡേ മൺഡേ, അത് ഡിഫറെന്റ് കളേഴ്സിൽ എഴുതാം. അപ്പൊ ആ കളറും കൂടി കുട്ടികൾക്ക് എന്താണ് ക്യാച്ച് ചെയ്യാനായിട്ട്, അതും കൂടി പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. പല കളേഴ്സിൽ എഴുതാത്. ഓക്കെ, എനിവേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. Okay, thank you. Then who is next? വേറെ ആരാ? മാം ഞാൻ ചെയ്യാം. നീല. നീള ആക്ച്വലി പനിയൊക്കെയാണ് മാം, തൊണ്ടവേദനയൊക്കെയാണ്. എന്നാലും ഞാൻ ചെയ്യാം. റെഡി ആണെങ്കിൽ ചെയ്തോളൂ. ആ Baba black sheep, have you any wool? Yes sir, 3 bags full. One for the master and one for the dame, and one for the little boy who lives down the lane. Thank you, ma'am. ഓക്കെ നില, നന്നായിട്ടുണ്ടായിരുന്നു. എനിവേ Thank you. ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഡെയിലി ഇങ്ങനെ ചെയ്ത് ശരിയാണ്. ഓക്കെ, ദെൻ വേറെ ആരാ? മാം ചെയ്തവർക്ക് ഇനി ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര ഇതായിരുന്നു, പേടിയായിരുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മാറിയാ, കുറഞ്ഞോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒന്നും കൂടി ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മാം പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാനായിട്ടാണ്. ക്ലാസ്സിൽ ചെയ്തു കുഴപ്പമില്ല കേട്ടോ. കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഫാറ്റ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പ്രോട്ടീൻ കഴിഞ്ഞു, ഇനി ഫാറ്റ്. ഫാറ്റ് എന്താ? കൊഴുപ്പ്. ഓക്കെ, ഫാറ്റിലും നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഓയിൽസ് ആണെങ്കിലും എന്താണ്, അതിലും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് എനർജി സ്റ്റോർ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഹോർമോൺസ് ഒക്കെ ഹോർമോൺ പ്രൊഡക്ഷനും പിന്നെന്താണ് സെല്ലുകളുടെ സ്ട്രക്ചർ, കോശത്തിന്റെ ഘടനയ്ക്കും എല്ലാം എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. എനർജി സ്റ്റോറേജിനും അതേപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷനും പിന്നെന്തായിരുന്നു സെൽ സ്ട്രക്ചറിനും. ഓക്കെ, ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. മെയിൻലി ഫാറ്റ് ആർ ടു ടൈപ്സ് ഓഫ് ഫാറ്റ് ഉണ്ട്. ഏതൊക്കെയാണത്? അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. 2 types of fat ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് എന്താണത് കൂട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്? സാച്ചുറേറ്റഡ് ഫാറ്റ്. ഓക്കെ, അതായത് റൂം ടെമ്പറേച്ചറിൽ മെയിൻ ആയിട്ട് സോളിഡ് ഫോമിലായിരിക്കും ഈ ഫാറ്റ് കാണപ്പെടുന്നത്. ലിക്വിഡ് ഉണ്ടായിരിക്കും, എന്നാൽ മെജോറിറ്റി ഓഫ് ദി ടൈം എങ്ങനെയാണ്? റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിലായിരിക്കും ഈ ടൈപ്പ് ഓഫ്
ഫാറ്റുകൾ കാണപ്പെടുന്നത്. ലൈക്ക് ഗീ, ചീസ്. ഓക്കെ, ഒരു സോളിഡ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഒരു ജെൽ ഫോമിലായിരിക്കും ഇത്തരം ഫാറ്റുകൾ കാണപ്പെടുന്നത്. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഏതൊക്കെയായിരിക്കാം? പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഫാറ്റുകളാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. സൺഫ്ലവർ ഓയിലൊക്കെ ഇല്ലേ, അതുപോലെ പ്ലാന്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഫാറ്റ്സ് ആണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ക്ലിയർ ആണോ ഇത്? സോ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എനർജി സ്റ്റോർ ചെയ്യുന്നതിനും അതേപോലെ തന്നെ സെല്ലിന്റെ സ്ട്രക്ചറിനെല്ലാം എന്താണ് ഫാറ്റ് ആവശ്യമാണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ഫാറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എവിടെ നിന്നായിരിക്കും? റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ഫോമിൽ കാണപ്പെടുന്നതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്. അതേപോലെ അൺസാച്ചുറേറ്റഡ് ആണെങ്കിലോ പ്ലാന്റിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാറ്റുകളാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ക്ലിയർ ആണോ ഇത്? നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം. ഓക്കെ, നമ്മൾ 3 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോ തന്നെ എഴുതിയെടുത്തേക്കാം. സോ നെക്സ്റ്റ് വരുമോ? എന്തോ? കോക്കനട്ട് ഓയില്, പാം ഓയിലൊക്കെ പറഞ്ഞില്ലേ? അൺസാച്ചുറേറ്റഡ് ഇതിൽ വരും, ഫാറ്റിൽ വരും കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി എലമെന്റ്സ്, കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, മിനറൽ, സോൾട്ട്, വൈറ്റമിൻസ്, പിന്നെന്തായിരുന്നു? ഇത്രയും എലമെന്റ്സ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ജസ്റ്റ് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്ത് ചെയ്യുക? അത് കൂടാതെയുള്ള എനർജി സപ്ലൈയേഴ്സ്, ഫുഡ് ഐറ്റംസ് കണ്ടെത്തി ഒരു 5 എണ്ണമെങ്കിലും എല്ലാവരും എഴുതിക്കൊണ്ട് വരിക. എനർജി സപ്ലൈയേഴ്സ് മാത്രമല്ലോ. എന്തോ? എനർജി സപ്ലൈസ് അല്ലാത്തത് എന്തൊക്കെയാണുള്ളത്? എനർജി സപ്ലൈയേഴ്സ് ഏതൊക്കെയാണ്? ഒരു 5 എണ്ണം ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, വേറെ ധാരാളം ഉണ്ടല്ലോ. അതേപോലെ ബോഡി ബിൽഡേഴ്സിന് എക്സാമ്പിൾസ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ഐറ്റംസിന് എക്സാമ്പിൾസ് കണ്ടെത്തി എഴുതിക്കൊണ്ട് വരിക. ഒരു മിനിമം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് കണ്ടെത്തി എഴുതിയിട്ട് വരണം അല്ലേ? ഈ 3 എണ്ണം ഇല്ലാത്തത് കണ്ടെത്തിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നോട്ടിൽ എഴുതിക്കോളൂ അത്. Why is health considered essential for a child's development? Why is health considered essential for a child's development? First option, it helps in better academic performance. Second option, B, it promotes physical and cognitive growth. Third option, C, it improves social interactions. And the last option, which is D, all of the above. അപ്പൊ എന്താണ്? കിട്ടിയോ? നോട്ട് ചെയ്തോ എല്ലാവരും? ഓക്കെ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ്? എന്താ? ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്തിട്ട് പറയൂ, എന്താണ് മീനിങ്? എന്താ? Why is health considered essential for a child's development? എന്താണ്? കുട്ടികളുടെ വളർച്ചയ്ക്ക് ഹെൽത്തിന്റെ പ്രാധാന്യം എന്താണ്? ഏതൊക്കെ പോയിന്റ് തന്നിരിക്കുന്നത്? ഏതൊക്കെ ഓപ്ഷൻ ആണ്? ഫസ്റ്റ് വൺ എന്താണ്? It helps in better academic performance.
നല്ല രീതിയിലുള്ള അക്കാഡമിക് പെർഫോമൻസ് കാണിക്കുന്നതിന് അല്ലെങ്കിൽ മികച്ച പഠന നിലവാരത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? It promotes physical and cognitive growth. എന്താണ് ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ശാരീരികവും മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇംപ്രൂവ് സോഷ്യൽ ഇന്ററാക്ഷൻ. എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൽ എങ്ങനെ പെരുമാറാൻ ഒരു സോഷ്യൽ ഇന്ററാക്ഷന് ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് ദി അബവ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following factors directly influences which of the following factors directly influences a child apostrophe Vinita, please. Physical development. എന്താണ്? which of the ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. which of the following factors directly influences a child's physical development? Which of the following factors directly influences a child's physical development? Clear ആണോ? Which of the following factors directly influences a child's physical development? First option, proper nutrition. Second option, regular exercise. Option C, good hygiene practices. And option D, all of the above. കിട്ടിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ്. മീനിങ് എന്താണ്? വായിച്ചു നോക്കൂ. മീനിങ് പറയൂ. which of the following factors directly influences a child's physical development? തനുജാത്ത ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ ശേഖാക്കാക്ക് ഡോക്ടർ പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കാനെന്നാണ്. എന്തോ വേദനിക്കുന്നാട്ടാ. എന്താണ്? ക്ലിയർ ആവുന്നില്ല. ഏതൊക്കെ ഫാക്ടേഴ്സ് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് സ്വാധീനിക്കുന്നത് എന്നാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? പ്രോപ്പർ ന്യൂട്രീഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? റെഗുലർ എക്സസൈസോ? അതും. ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? then all of the നമുക്കിനി വേണമെങ്കിൽ ഓപ്ഷൻ ഡി വേറൊരു ഓപ്ഷൻ കൊടുക്കാം. ഏത് കൊടുക്കാം? ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു ഫാക്ടർ കൊടുക്കാം കേട്ടോ. ഏത് കൊടുക്കാം? ഒരു എക്സാമ്പിൾ പറയൂ. ജങ്ക് ഫുഡ് കഴിക്കണതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഓവർ ഈറ്റിംഗ് കൊടുക്കാം അല്ലേ? അങ്ങനെ ഏതൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഓപ്ഷൻ ക്വസ്റ്റ്യൻ 3. തേർഡ് ക്വസ്റ്റ്യൻ. Which eye condition causes causes difficulty seeing difficulty seeing distant objects clearly?
കിട്ടിയോ? വിച്ച് ഐ കണ്ടീഷൻ കോസസ് ഡിഫിക്കൽറ്റി സീയിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. ദൂരെയുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു കണ്ടീഷൻ ഏതാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ കാറ്ററാക്ട്, CATARACTS കാറ്ററാക്ട്. ഓപ്ഷൻ ബി മയോപ്പിയ, MYOPIA മയോപ്പിയ. ഓപ്ഷൻ സി പയോറിയ, PYORRHEA പയോറിയ. ഓപ്ഷൻ ഡി ഹൈപ്പറോപ്പിയ, HYPEA. ക്വസ്റ്റ്യൻ ആണോ? പറയാം. പറയാം. തേർഡ് കണ്ടീഷൻ which eye condition causes difficulty seeing distant objects clearly. ഓക്കെ, ഓപ്ഷൻ എ എന്തായിരുന്നു? കാറ്ററാക്ട്സ്, CATARACTS കാറ്ററാക്ട്സ്. ഓപ്ഷൻ ബി മയോപ്പിയ, MYOPIA മയോപ്പിയ. ഓപ്ഷൻ സി പയോറിയ, PYORRHEA പയോറിയ. ആൻഡ് ഓപ്ഷൻ ഡി ഹൈപ്പറോപ്പിയ, HYPEROPIA ഹൈപ്പറോപ്പിയ. ഓക്കെ, ഏതാണ് ആൻസർ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാ? എന്താണ്? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥ, അതാണ് മയോപ്പിയ. കാറ്ററാക്ട്സ് എന്താണ്? കാറ്ററാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മയോപ്പിയ നമ്മൾ പറഞ്ഞു, ദൂരെയുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ. പയോറി എന്താ? പല്ലുകൾക്ക് ഉണ്ടാകാവുന്ന അസുഖത്തെയാണ് പയോറിയ. ഹൈപ്പറോപ്പിയ എന്താ? മയോപ്പിയയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പറോപ്പിയ. എന്തായിരിക്കാം? അടുത്തുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആണോ? 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 എല്ലാവരും നോട്ട് ചെയ്തില്ലേ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, മിനറൽസ് ആൻഡ് സോൾട്ട്, വൈറ്റമിൻസ്, പിന്നെ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയും ചെയ്തിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഡൗട്ട്സ് ഉണ്ടോ? ആ ഫാറ്റ്സിന്റെ അവിടെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് പറഞ്ഞത് എനർജി സ്റ്റോർ ചെയ്യാനും പിന്നെ എന്തിനൊക്കെയാണ് ഫാറ്റ്സ്? പറയാട്ടോ. എനർജി സ്റ്റോർ ചെയ്യുന്നതിനും അതേപോലെ തന്നെ സെൽസിന്റെ സ്ട്രക്ചറിനും, പിന്നെന്തായിരുന്നു ഒരെണ്ണം കൂടി പറഞ്ഞല്ലോ? സെൽസിന്റെ സ്ട്രക്ചറിനും എനർജി സ്റ്റോർ ചെയ്യുന്നതിനും ഹോർമോൺ പ്രൊഡക്ഷൻ. ഓക്കെ, വെരി ഗുഡ്. ഹോർമോൺ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആക്ടിവിറ്റി ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതേപോലെ തന്നെ ആക്ഷൻ സോങ് ചെയ്യാത്തവര് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Thank you, ma'am. Miss assignment. Okay, ma'am. Assignment ഇനി സബ്മിറ്റ് ചെയ്തൂടെ? അസൈൻമെന്റ് ഇനി സബ്മിറ്റ് ചെയ്തൂടെ?